പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. പതിവ് പോലെ അമ്മ ഇന്ന് ഗുരുവായൂർ പോയേക്കുക. അമ്മ ഇന്നില്ല. അതുകൊണ്ട് വീട്ടിലെ മൊത്തം ജോലി എൻ്റെ തലയിൽ തന്നെ ആയി. അപ്പോൾ രാവിലെ എണ്ണീറ്റപ്പോഴേ കൂപ്പുച്ചെന്ന് വെച്ചാൽ കൂപ്പർ അവന് ചെറിയൊരു പിണക്കമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അമ്മ പോയാലുള്ള ദിവസങ്ങളിൽ നമുക്ക് ദോശയാണല്ലോ സാധാരണ പതിവ് ഉണ്ടാക്കാറുള്ളത്. അപ്പം പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. അമ്മ മാവൊക്കെ അരച്ച് വെച്ചിട്ടാണ് പോയെ. അപ്പം ഞാനും പുറത്ത് പോയൊരു വാഴത്തണ്ടൊക്കെ ഒടിച്ചുകൊണ്ട് വന്നു എണ്ണ പുരട്ടാനായിട്ട്. അങ്ങനെ വാഴത്തണ്ടൊക്കെ ഒടിച്ച് എണ്ണയൊക്കെ പുരട്ടാൻ നമ്മൾ റെഡിയായി. ദോശമാവ് അരച്ച് വെച്ചിട്ട് പോയതുകൊണ്ട് സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ട് പോയതുകൊണ്ടും വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ദോശ ചുട്ടു. ആദ്യത്തെ ദോശ ചുട്ട് ഞാൻ തന്നെ കഴിച്ചു കേട്ടോ. കാരണം ഞാൻ ദോശ എല്ലാവർക്കും ചുടാൻ നേരത്തെ തന്നെ പോയി കഴിഞ്ഞാൽ എനിക്ക് അവസാനം കഴിക്കാൻ പറ്റാതെ വരും, കാരണം ഉച്ചയാകും. അപ്പം ഞാൻ തന്നെ നേരത്തെ തന്നെ ഒരു ദോശ ചുട്ട് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദോശ ചുട്ടു. ഷൈജുചേട്ടൻ എണ്ണീറ്റിട്ടില്ല. അപ്പം അപ്പം മരുന്നൊന്നും കഴിച്ചിട്ടില്ല. പൊന്നു എണ്ണീറ്റിട്ടില്ല. പൊന്നു എണ്ണീറ്റു, പക്ഷേ കൂപ്പറുമായിട്ട് കളിക്കുക. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അങ്ങ് കഴിക്കാമെന്ന്. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ പോവുകയാണ്. നമ്മുടെ വീടിനെക്കുറിച്ചും വീടിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും ഒന്നും അധികം വീഡിയോസ് ഒന്നും നമ്മൾ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടിനെക്കുറിച്ച് ഒക്കെ ഇടാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ, അമ്മ, മോള്, ഹസ്ബൻഡ്, പിന്നെ വേറെ 2 പേരും കൂടെ ഉണ്ട്. ഒന്ന് കൂപ്പറും ഒന്ന് ലിയോയും. അവരെ നിങ്ങളെപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ വീഡിയോയിൽ. അവരുടെ വീഡിയോസാണല്ലോ ഞാൻ കൂടുതലായിട്ട് ഇടാറുള്ളത്. അപ്പോൾ ഞാൻ ദോശ കഴിക്കുക കേട്ടോ. ദോശ അത്രയ്ക്ക് ടേസ്റ്റ് പോരാ കേട്ടോ, മൊരിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നതുകൊണ്ടൊരു ടേസ്റ്റൊക്കെ ഉള്ളതായിട്ട് ഞാനങ്ങ് കാണിക്കുക കേട്ടോ. ഒരു ദോശയെ ഞാൻ കഴിക്കത്തുള്ളൂ. എൻ്റെ കണക്ക് ഒരു ദോശയാണ്. അങ്ങനെ നമ്മൾ ദോശയൊക്കെ കഴിച്ചു. ദോശയൊക്കെ കഴിക്കുമ്പോഴും മനസ്സിൽ ഒരു ടെൻഷനുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് എന്തോ ഉണ്ടാക്കും. മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ തൃക്കുന്നപ്പുഴ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ കൊണ്ട് വിടാൻ പോയി. കുഞ്ഞമ്മയുടെ വീട്ടിൽ കൊണ്ട് വിടാൻ പോയ ടൈമിൽ ഞാൻ തൃക്കുന്നപ്പുഴ പോയി. അവിടെ ചെന്നപ്പോൾ മീനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നല്ല ഫ്രഷ് ഉണക്കക്കൊഞ്ചിരിക്കുന്നുണ്ട്. കൊഞ്ചും മാങ്ങ ഇട്ട് വെക്കുന്ന നല്ല ടേസ്റ്റാണ് ആ കറി. അപ്പോൾ വീട്ടിലെല്ലാവർക്കും അത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മൾ അത് വാങ്ങിച്ചു. അത് കുറച്ച് ലാഭത്തിന് കിട്ടി. അപ്പോഴത്തേക്ക് പപ്പ കഴിക്കാൻ വന്നു കേട്ടോ. പപ്പ കഴിക്കാൻ വന്നപ്പോൾ ഞാൻ അടുത്ത ദോശ ഇടാനായിട്ട് പോവാം. അപ്പോൾ പപ്പ 2 ദോശയെ കഴിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ദോശ നമ്മൾ റെഡിയാക്കിയിടും. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ദോശ ഇങ്ങനെ ചുടാൻ പോയ ടൈമിൽ പപ്പയ്ക്ക് ഫസ്റ്റ് ഒരു ദോശ എടുത്ത് കൊടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് സാമ്പാർ ഞാൻ ചൂടാക്കി ഇപ്പുറത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വിചാരം സാമ്പാർ തണുത്തിട്ടൊക്കെ ഇരിക്കുമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ സ്ഥിരം എൻ്റെ അമ്മയ്ക്ക് പറ്റാറുള്ള അബദ്ധം പോലെ തന്നെ എനിക്കും പറ്റി എന്ന് പറയുന്നതാണ് സത്യം. അടുത്ത് ദോശ അടുപ്പിൽ വെച്ചിട്ട് പപ്പയ്ക്ക് സാമ്പാർ ഒഴിച്ച് കൊടുക്കുന്നതിൽ നല്ലത് സാമ്പാർ പാത്രത്തോടു കൂടി അവിടെ കൊണ്ട് വെക്കുന്നേ. കാരണം പപ്പ സാമ്പാർ നന്നായിട്ട് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാത്രത്തോടെ കൊണ്ട് വെക്കാമെന്ന്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. എൻ്റെ കൈ മൊത്തം പൊള്ളിപ്പോയി. കാരണം നല്ല ചൂടായിരുന്നു സാമ്പാർ പാത്രത്തിന്. അപ്പം പപ്പ എന്നെ വഴക്ക് പറയുന്നു, ഒരു ശ്രദ്ധയില്ലെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പപ്പയ്ക്ക് ദോശയൊക്കെ കൊടുത്തു. അങ്ങനെ രണ്ടാമത്തെ ദോശ, പിന്നെ പപ്പയ്ക്ക് പാലൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ വീടിനെക്കുറിച്ച്, വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിക്കാൻ. വീട് മൊത്തമായിട്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല, കാരണം കുറേ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ വാങ്ങിച്ച ഉണക്കക്കൊഞ്ച് കണ്ടോ. നിങ്ങൾക്കൊക്കെ ഉണക്കക്കൊഞ്ച് ഇഷ്ടമാണോ? എങ്കിൽ നല്ല പലതരം വെറൈറ്റി കറികളൊക്കെ ഉണക്കക്കൊഞ്ച് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചമ്മന്തി അരയ്ക്കാം, തീയിൽ വെക്കാം, കൊഞ്ചുമാങ്ങ ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഉണക്കക്കൊഞ്ച് ഉച്ചയ്ക്ക് ഉണ്ടാവുന്ന ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ നമ്മളിതാ മുറ്റത്തോട്ടിറങ്ങിയപ്പം മുറ്റമൊന്നും തൂത്തിട്ടില്ല രാവിലെ. എല്ലാം 3 മാവുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ. ആ 3 മാവിൽ നിറച്ച് മാവിലിങ്ങനെ വീണുകൊണ്ടിരിക്കുക എപ്പോഴും. അതിൽ നിറച്ച് ഇങ്ങനെ കരിയിലെ പക്ഷികളൊക്കെ ഇഷ്ടംപോലെ വന്നിരിപ്പുണ്ട്. ഭയങ്കര ശല്യമാണ് അവരെ കൊണ്ട്, ഭയങ്കര ബഹളമാണ്. ഇതാണ്ട് നമ്മുടെ
എന്നെ കണ്ടുകൊണ്ട് ഓടി കാറിൻ്റെ അകത്തോട്ട് കയറി. പിന്നെ ഞാൻ വിചാരിച്ചു ചെടിയിൽ എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ പിച്ചി മാറ്റാം നേരെ നേരെ ചെടിയുടെ അടുത്തോട്ട് പോയി. പക്ഷേ സാധാരണ അമ്മയാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. അമ്മയാണ് കൂടുതൽ ചെടിയെല്ലാം നോക്കുന്നത്. പിന്നെ വെള്ളമൊക്കെ ഒഴിക്കാനൊക്കെ പറയുമ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ മതിലിൻ്റെ വെളിയിൽ വന്ന് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ഒരു തോടാണ്. ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് തോട്ടിൽ അത്ര വെള്ളമില്ല, എന്നാൽ ഒരു തോടാണ്. ഈ തോട് ചെന്ന് ചേർന്നത് അപ്പുറത്ത് കായലിലാണ്. അതായത് ഈ തോടിൻ്റെ ഫ്രണ്ടിലൊരു റോഡും അതിൻ്റെ അപ്പുറത്ത് കായലുമാണ്, വലിയൊരു കായൽ. ബോട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ ആ കായലിൽ കൂടെ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് പൊന്നു എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കേട്ടോ പലതരത്തിൽ. അവളോട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞാൽ അവൾ എടുത്ത് തരാറില്ല. ഞാൻ തന്നെയാണിപ്പോൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ നല്ല മൂഡാണെങ്കിൽ അവൾ എടുത്തു തരും. പക്ഷെ അവൾ എടുത്തു തരുന്ന എൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ പറയുന്ന പോലെയൊക്കെ നമ്മൾ നിന്ന് കൊടുക്കണം കറക്റ്റായിട്ട്. എന്നാൽ നമ്മളെ ഏറ്റവും നല്ല ഭംഗിയായിട്ട് എടുത്തു തരും. ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ, ഞാൻ ഷൈജേട്ടനും മോളും. പിന്നെ ഇതെൻ്റെ കൊച്ചിലെന്ത ഫോട്ടോ. പിന്നെ ഇതാണ് എൻ്റെ വീട്ടിലെ മെയിൻ സ്ഥലം, എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന സ്ഥലം. ഇവിടെ ആരെയും കയറ്റാറില്ല, മീനും ഒന്നും കൂട്ടിക്കൊണ്ടോ കുളിക്കാതെയൊന്നും ആരെയും കയറ്റാറില്ല. അപ്പോൾ ഇതാണ് മെയിൻ. ബാക്കി നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബായ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.